നടിയുടെ പീഡന പരാതിയിൽ എം മുകേഷ് എംഎൽഎക്ക് താൽക്കാലിക ആശ്വാസം. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. മുകേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും താൽക്കാലിക ആശ്വാസം നമ്മളിപ്പോൾ സൂചിപ്പിച്ചതല്ല. 3-ാം തീയതി കേസിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷം ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പ് എന്നുള്ളതാണ്. ലക്ഷ്മി, ലൈംഗിക പീഡന കേസിലാണ് മുകേഷ് എംഎൽഎയുടെ അറസ്റ്റ് താൽക്കാലികമായിട്ട് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 3-ന് മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും മുകേഷ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത്, നേരത്തെ ഈ ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഒരു പരാതിയുടെ അല്ലെങ്കിൽ ഒരു പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത്. തനിക്ക് കൃത്യമായിട്ട് ഈ ബ്ലാക്ക് മെയിലിംഗ് ഇവർ നടത്തിയതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അന്വേഷണമായിട്ട് ഏത് വിധത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നുള്ളതായിരുന്നു ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. അടിയന്തരമായിട്ട് തന്നെയായിരുന്നു മുകേഷ് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും സെപ്റ്റംബർ 3 വരെയാണ് മുകേഷിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നത്. മരട് പോലീസാണ് ആലുവ സ്വദേശിനിയായിട്ടുള്ള നടിയുടെ പരാതിയിന്മേൽ കേസെടുത്തത്. ബലാത്സംഗം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു പോലീസ് കേസെടുത്തത്. കലണ്ടർ സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് നടിയെ കടന്നു പിടിച്ചെന്നായിരുന്നു പരാതി. എന്തായാലും ഏകദേശം 7 പേർക്കെതിരെയായിരുന്നു ഇവർ പരാതി ഉന്നയിച്ചത്. അതിലൊരാളാണ് മുകേഷ്. എന്തായാലും നിലവിൽ മുകേഷിന്റെ അറസ്റ്റ് കോടതി സെപ്റ്റംബർ 3 വരെയാണ് താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി, ശരി. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.